മുഖ്യമന്ത്രിമാർ വിദേശയാത്ര നടത്തുന്നത് ആദ്യമൊന്നും എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ രീതിയിൽ എനിക്ക് തോന്നുന്നു വി എസ് അച്യുതാനന്ദനൊക്കെ വളരെ കുറവാണ്. ബാക്കി ചില ആളുകൾ ഒരുപാട് വിദേശയാത്ര നടത്തിയിട്ടുണ്ട്, സർക്കാർ ചെലവിൽ നടത്തിയിട്ടുണ്ട്, സ്വന്തം ആവശ്യത്തിന് നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ നടത്തിയിട്ടുണ്ടാവും. വിദേശയാത്ര നടത്തുകയാണെങ്കിൽ ഏത് യാത്രയാണെങ്കിലും സുതാര്യമായിരിക്കണം എന്നാണ് ജനാധിപത്യത്തിന്റെ ഒരു ചട്ടം. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തം ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം അത് സർക്കാർ ചെലവിൽ നടത്തേണ്ടത് തന്നെയാണ്. കാരണം അത് സർക്കാരിന്റെ ബാധ്യതയാണ്, നിയമപരമായി അദ്ദേഹത്തിന് ബാധ്യത കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് മനുഷ്യന്റെ അവസ്ഥയാണ്, അതിനെ നമുക്ക് ആർക്കും വിമർശിക്കാനും പറ്റില്ല. പിന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് നിക്ഷേപ സംഗമം പോലെയുള്ള സംഗതികൾ, ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി മണിയടിക്കാൻ ഉള്ള ചെലവ്, അതുപോലെ ന്യൂയോർക്കിൽ ആളുകൾ എവിടെ ഒരു സ്ഥലത്തിരുന്ന് പാട്ടക്കസേരയിൽ ഇരുന്നത്, ഇതൊക്കെ മുഖ്യമന്ത്രി ചെറിയ യാത്രകളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ വിവരാവകാശത്തിൽ 30 യാത്ര എന്ന് പറഞ്ഞിട്ട് പൊതുഭരണ വകുപ്പ് 8 യാത്രകളുടെ മാത്രമേ വിവരം നൽകിയിട്ടുള്ളൂ എന്നും അതിന് 75 ലക്ഷം രൂപ ചെലവായി എന്നും 8 യാത്രകൾ ഏതാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സയ്ക്കായി നടത്തിയ യാത്രകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും 8 യാത്രകളുടെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മുഖ്യമന്ത്രി പോയാൽ 30 യാത്രകളുടെയും വിവരങ്ങൾ കൊടുക്കണം. അത് സത്യസന്ധമായിരിക്കണം. കാരണം മുഖ്യമന്ത്രിയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. പലപ്പോഴും അദ്ദേഹം ഇവിടെയുള്ള പല ഭരണങ്ങളും നിർവഹിച്ചിട്ടുള്ളത് അവിടെ ഇരുന്നുകൊണ്ടാണ്. ക്യാബിനറ്റിൽ ഒരാളെ പോലും ചുമതലപ്പെടുത്താതെയാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്ന് ആലോചിക്കണം. അദ്ദേഹം 24 മണിക്കൂർ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ ഭരണത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ വേറെ ആളെ ചുമതലപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു ചുമതലയും കൊടുക്കാതെ പോയതുകൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഓരോ ദിവസവും എന്ത് ചെയ്തു എന്നറിയാനുള്ള ഒരു അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കി, 75 ലക്ഷം രൂപ വെച്ച് കൂടുതലാണോ കുറവാണെന്നൊന്നും പറയാൻ ഞാനില്ല. കാരണം ഇതാണോ ചെലവാക്കി, ബാക്കി 22 യാത്രകളുടെ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്ന് എനിക്കറിയില്ല. അതുകൂടി കിട്ടിയാലേ കൃത്യം പറയാൻ പറ്റൂ. എന്തായാലും ടിക്കറ്റ് സർക്കാരാവും എടുത്തിട്ടുണ്ടാവുക യാത്രകൾക്കൊക്കെ എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ ഇന്തോനേഷ്യക്ക് പോയത് എനിക്കറിയില്ല. ഇന്തോനേഷ്യക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പോയല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്. ഇന്ത്യയൊക്കെ ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കേരളത്തിന് പുറത്ത് ഇടതിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് കണക്കാക്കി അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിട്ടു. അപ്പൊ ആ യാത്രയൊക്കെ കുടുംബസമേതം ചെയ്ത് യാത്രയൊക്കെ ഇതിൽ പെടുത്തും എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുവെങ്കിൽ എന്തിന് യാത്ര ചെയ്തു? സ്വകാര്യ ആവശ്യത്തിനാണോ, പൊതു ആവശ്യത്തിനാണോ? പൊതു ആവശ്യമാണെങ്കിൽ എന്താണ് ആവശ്യം എന്നുള്ളത് അറിയണം. 2, ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുമ്പോൾ അതിനുവേണ്ടി വരുന്ന ചിലവ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ താമസ ചെലവ് ഒരു സ്ഥലത്തും കാണിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളുടെയോ ഒക്കെ വീടുകളിൽ താമസിച്ചിട്ടാണോ അദ്ദേഹം ചെയ്തത്? അല്ല. അദ്ദേഹം ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ആതിഥേയർ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ആതിഥേയരായിരുന്നു? നമുക്ക് ഓർമ്മയുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന വലിയൊരു വിവാദം. വി ഡി സതീശൻ മൂകാംബിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി എന്നും അവിടെ എയർപോർട്ടിലോ എവിടെയോ വെച്ച് അദാനിയുടെ ഒരാളെ കണ്ടുവെന്നും വലിയ വിവാദമായി കേരളത്തിൽ ഇടതുപക്ഷവും ചില മാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നു. തീർച്ചയായും അത് പരിശോധിക്കപ്പെടണം. അദ്ദേഹം അദാനിയെ കണ്ടിട്ടുണ്ടോ, എന്തിനാണ് പോയത്, അതൊക്കെ നമുക്കറിയാം, അന്വേഷിക്കണം. പക്ഷേ പിണറായി വിജയന്റെ 22 യാത്രകളിൽ അദ്ദേഹം എവിടെ പോയി, ആരെ കണ്ടു എന്നുള്ളത് ഒരു വിവരവും നാട്ടുകാർക്ക് ഇല്ലെങ്കിൽ അതിനർത്ഥം അതിൽ മറച്ചു വെക്കപ്പെട്ടു എന്നാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പോയി താമസിച്ചത് ഏതെങ്കിലും അദാനിമാരുടെ കൂടെയാണോ, ഏതെങ്കിലും കുത്തക മുതലാളിമാരുടെ കൂടെയാണോ? അവർക്ക് എന്തെങ്കിലും സൗജന്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം ഹോട്ടലിൽ താമസിച്ച ബില്ല് വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കുടുംബസമേതം അദ്ദേഹം പോയി താമസിച്ച സ്ഥലങ്ങളിൽ ലണ്ടനിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അതിന്റെ ബില്ല് ആരാണ് കൊടുത്തത്? അങ്ങനെ ആരെങ്കിലും സൗജന്യമായി കൊടുത്തുവെങ്കിൽ അത് സംശയാസ്പദം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള ബില്ല് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അയാൾ കൊടുത്തത്? പാർട്ടി സഖാക്കളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പാർട്ടി നേതാവാണ്, അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വ്യക്തിപരമായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണെങ്കിൽ മനസ്സിലാവും. അല്ലെങ്കിൽ അതെങ്ങനെയാ ചെലവാക്കി? 30 തവണയും വിദേശയാത്രയിൽ ഹോട്ടൽ താമസങ്ങൾ എങ്ങനെ നടന്നുവെന്ന് അറിയാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം, പൊതുയാത്രകളാണ് ഇദ്ദേഹം നടത്തിയതെങ്കിൽ അതുകൊണ്ട് നാടിന് എന്ത് ഗുണമുണ്ടായി എന്നൊരു കണക്ക് വരണ്ടേ? ഇപ്പൊ വിദേശ നിക്ഷേപത്തിന് വേണ്ടി യാത്ര നടത്തിയെന്ന് 10ന്റെ കാശ് ഇവിടെ വന്നില്ല. വന്നതെന്തോ ചെറിയ, അതൊരു വലിയ കാശല്ല. കിഫ്ബിക്ക് വേണ്ടി വലിയ തുക വന്നു, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് എന്താണ് കേരളത്തിന് ഗുണം കിട്ടിയത്? അദ്ദേഹത്തിന് ചികിത്സ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങൾക്ക് അദ്ദേഹം പോയത് എന്ത് കാര്യത്തിന്, എന്തിനു വേണ്ടി പൈസ മുടക്കി?
അദ്ദേഹത്തിന് ടിക്കറ്റ് എന്തിനു വേണ്ടി എടുത്തു? അതുകൊണ്ട് കേരളത്തിന് മൊത്തം കിട്ടിയ ഗുണം എന്താണ്? ഇതും വിലയിരുത്തപ്പെടുന്നത്. കാരണം പബ്ലിക് മണി ഉപയോഗിക്കുന്ന ആളുകൾ അക്കൗണ്ടബിൾ ആവണം. അതാ ഞാൻ പറയും, അക്കൗണ്ടബിൾ ആണ്. പിണറായി വിജയൻ അല്ല, നാളെ സതീശൻ പോയാലും ചെന്നിത്തല പോയാലും വേറെ ആര് പോയാലും അത് അക്കൗണ്ടബിൾ ആണ്. വൈ, വാട്ട്, വെൻ. ഇദ്ദേഹത്തെ കുറിച്ചുള്ള വലിയ പരാതികൾ വരുന്നുണ്ട്. പണം അവിടെ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികൾ വരുന്നുണ്ട്. ഞാനത് പരാതി ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല, കാരണം എൻ്റെ കയ്യിൽ അതിന് തെളിവില്ല. പക്ഷേ അതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇത്രയും വലിയൊരു പാർട്ടിയുടെ നേതാവ് എന്നത് മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന നിലയിലും സുതാര്യതയില്ലാത്ത ഒരു യാത്രാ രീതി മുഖ്യമന്ത്രിക്ക് ഉണ്ടായി എന്നത് അപമാനകരമാണ്. ഇത് അന്വേഷിക്കണം. പാർട്ടി തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ ഏതൊക്കെ യാത്ര ചെയ്തു എന്നതിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതിന്റെ ഗുണം എന്തുണ്ടായി, ആരെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ അറിയണം. അതറിയാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് തുറന്നു പറയാൻ CPM തയ്യാറാവണം.